കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മതിയായോ? മതിയായോ? തന്റെ പറച്ചിൽ കേട്ടോ തോന്നും തന്റെ മകൾ അപകടത്തിൽപ്പെട്ടത് ഇവര് കാരണമാണെന്ന്. ഡോ, പ്രായമായ പെൺപിള്ളേര് തൊഴിലെന്നും പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്നും അവിടെ എന്താണ് തൊഴിലെന്നും രക്ഷകർത്താക്കൾ അന്വേഷിക്കണം. ഡോ, തന്റെ മകളുടെ ദുർഗതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇനി മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാ. മാത്രമല്ല തന്റെ മകളെ നശിപ്പിച്ചവരെ ശിക്ഷിക്കാൻ കൂടി വേണ്ടിയാ. സാറന്മാരെ, എനിക്ക് എന്റെ മോള് പോയില്ലേ? അതിപ്പോ ഈ കുടി വല്ലതും ചെയ്യാൻ പറ്റുമോ? ഡോ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഹലോ, ആ പെൺകുട്ടിയുടെ ഭീഷണി അവസാനിച്ചതിൽ ആനന്ദിക്കായിരിക്കും നിങ്ങൾ അല്ലേ മിസ്റ്റർ കമ്മീഷണർ? നിങ്ങൾ ആരാണ്? ധരംപാൽ യാദവ്. എന്നെ അറിയില്ലെങ്കിലും എന്റെ ആൾക്കാരെ നിങ്ങൾക്കറിയാം. ധാരാളം കൊഞ്ചു നിന്നിട്ടുള്ളതല്ലേ? ഇപ്പൊ മനസ്സിലായി. ഈ ധരംപാൽ യാദവ് സഹായിക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിശ്വസിക്കാം. ആ പെണ്ണ് എന്തെങ്കിലും മൊഴി കൊടുക്കുമെന്നുള്ള ഭയം ഇനി വേണ്ടല്ലോ. മൊഴിക്കാരി താനെ തൊലഞ്ഞതല്ലോ, നമ്മൾ തൊലച്ചതല്ലേ മിസ്റ്റർ കമ്മീഷണർ. ഇനിയും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഡിന്നറിനുണ്ടാവില്ലേ? കൊഞ്ചു വേണമല്ലോ. കൊഞ്ചു വേണം. കൊഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമല്ലേ ഡിന്നർ വരുന്നത്. ഓക്കെ, താങ്ക് യു. എന്താ മോളെ? നിങ്ങളൊരു നികൃഷ്ടനാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഡാഡി കരുതണ്ട. എന്നെ പോലൊരു പെൺകുട്ടിയെയല്ലേ നിങ്ങളൊക്കെ കാര്യങ്ങളെ പിറ്റി ചീന്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ജീവിക്കാനുള്ള മോഹവുമായി ഓടി രക്ഷപ്പെട്ട പാവത്തിന് ഡാഡിയുടെ ആൾക്കാരെ കൊന്നു. മോളെ, ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകേണ്ട നിങ്ങളെപ്പോലെ ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാൾ സ്വന്തം സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മറന്ന്. മോളെ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നികൃഷ്ടമായ ഉപഹാരങ്ങൾ നൽകുന്നവർക്ക് വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകുന്ന എന്താണെന്ന് അറിയാമോ? വലിയ വലിയ ദുരന്തങ്ങളാണ്. മോളെന്നോട് ക്ഷമിക്കണം. വേണ്ട, വിളിക്കരുത് അങ്ങനെ. ഇനി എന്നെ നാവ് കൊണ്ട് മോളെ എന്ന് വിളിക്കരുത്. നിങ്ങൾ അത്രയ്ക്ക് നീചനാണ്, ദുഷ്ടനാണ്. Catherine, this is scientist Ram Gopal Verma, famous space researching man. Hello. Hello. And this is Mr. Marco Polo, defense spy. Hello. Hello. I am Kuku Singh. Not Kuku, Kuku Singh. I see. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. Very good. See, Mr. Yadav, all details are there in this disk. Okay, thank you. ഒരിക്കലും ഒരച്ഛനെ കുറിച്ച് ഒരു മകളും പറയാനിടയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മേഘ പറഞ്ഞപ്പോഴാണ് തമ്പി സാർ ചെന്ന് വിട്ടിരിക്കുന്ന ട്രാപ്പിന്റെ ആഴം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഡാഡി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഏത് നിലയിൽ എനിക്കിന്ന് ഡാഡിയെ സ്നേഹിക്കാൻ കഴിയും? ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞ് എല്ലാ ഭാരവും ഇറക്കി ഒന്ന് പൊട്ടിക്കരയാൻ എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നെന്നോ. ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറയാൻ പറ്റൂ? ഇപ്പോഴാണ് എന്റെ മമ്മി ഇല്ലാത്തതിന്റെ ദുഃഖം ഞാൻ അറിയുന്നത്. ഞാനിപ്പോ ആരും ഇല്ലാത്തവളാണ്. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? ഒരു പഴഞ്ചൊല്ലുണ്ട്, empty vessels make more noise. ഏറ്റവും ഉള്ളു പൊള്ളയായത് കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. ഈ ജാടയും ബഹളവും കണ്ടപ്പോ ഇയാൾ ഇത്ര പാവാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അത്ര പാവമൊന്നുമില്ല, ഇടഞ്ഞു തന്നെയാ. എടോ, നല്ല പാമ്പാട്ടെ വിചാരിച്ചാല് ഏത് വീതിയുള്ള പാമ്പിനെയും ഒതുക്കി കൂട്ടിലാക്കാം. ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണ് കമ്മീഷണറുടെ പേര് അവരാ ഡയറിയിൽ ചേർത്തിരുന്നതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും തന്റെയും പേര് കൂടി അവർക്ക് എഴുതി ചേർക്കാമായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേര് കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ അന്വേഷിക്കാനും ആരോപിക്കാനും ആരും ഉണ്ടാവില്ലല്ലോ. അതല്ല സർ, കമ്മീഷണർ പൂർണ്ണമായി നിരപരാധിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഭാര്യ മരിച്ച അദ്ദേഹത്തിന്റെ സെക്ഷൽ വീക്ക്നെസ്സിനെ അവർ മുതലെടുക്കുകയായിരുന്നു. എന്തായാലും അയാൾക്കെതിരായുള്ള എവിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? താൻ ആ ഡയറിയിലെ പേപ്പർ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാനത് ബോധപൂർവ്വം കൊടുത്തതാണ് സർ. അത് കൊടുക്കാതിരുന്നാൽ
കമ്മീഷണർ വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്യും. മറ്റൊന്ന്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസെടുക്കുകയാണെങ്കിൽ പാമ്പ് പടം പൊഴിച്ചു പോകുന്ന പോലെ അവർ ഇദ്ദേഹമായിട്ടുള്ള ബന്ധം വേർപെടുത്തും. അത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കും. യെസ്, കറക്റ്റ്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു വരുത്തി തീർത്ത ആ പെൺകുട്ടിയുടെ മരണം കമ്മീഷണർക്ക് വേണ്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു. ഐ സി. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഉപാധിയായിരുന്നു ആ കൊലപാതകം, അല്ലേ? അത് മാത്രമല്ല സാർ, പാർലർ റെയ്ഡ് ചെയ്തപ്പോ കിട്ടിയ ഡയറിയിൽ KR എന്ന ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വത്സലാദേവിയുടെ പത്തനംതിട്ടയുള്ള വീട് സെർച്ച് ചെയ്തപ്പോഴും അവിടെ കിട്ടിയ രേഖകളിലും KR എന്ന പേരുണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോ KR ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഒഴിയായിരുന്നു. വീണ്ടും വരെ ചോദ്യം ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ KRന്റെ ഫുൾ ഫോം അറിഞ്ഞാലല്ല, അറിയണം. ദാറ്റ് ഇസ് എ ക്ലിയർ റൂട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സർ, വിത്ത് യുവർ കൺസെന്റ്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എന്നെ ധീരമായി നേരിടും. You can expect my cooperation at any time. All the best. Thank you, sir. നീ സത്യം പറയില്ല അല്ലേടി? പറയടി. പറയടി. ഇവിടെ അവള് സത്യം പറയുമല്ലോ. പറയടി, KR ആരാണ്? പറയൂ. സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പസാക്ഷിയാക്കാം. പറയൂ. കില്ലർ റോബർട്ട്. കില്ലർ റോബർട്ട്. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മിസ്റ്റർ സനൽ, യെസ്, ഇവൻ തന്നെയാണ് കില്ലർ റോബർട്ട്. ഇവനോ? ഇവന്റെ പേര് മറ്റൊന്നാണ്. ഇവനെ ഞാൻ ഒരിക്കൽ ഈ ബീച്ചിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണോ അവന്റെ പേര്? കോവളം ദാദ. 3-4 വർഷമായി ഈ ബീച്ചിൽ അറിയപ്പെടുന്ന ഗുണ്ടാത്തലവനാണ്. സാറ് മാത്രമാണ് അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒട്ടേറെ കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തിയിട്ടുള്ള ഈ പ്രൊഫഷണൽ കില്ലറെ പോലീസിന്റെ വലയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര ആയുധ കള്ളക്കടത്തുകാരനായ വിൻസെന്റ് ഗാവലിയുടെ ആൾക്കാരാണ്. ഇവരാണ് വിൻസെന്റ് ഗാവലി. ഇന്റർപോളും വിവിധ രാഷ്ട്രങ്ങളിലെ അന്വേഷണ ഏജൻസികളും തേടുന്ന ഭീകരനായ കുറ്റവാളി. ജീവനോടെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഫയർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് ഇവിടെ ആയുധങ്ങൾ സംഭരിക്കുന്ന ഒരു സങ്കേതം ഉണ്ടാവണം. ബീച്ചിലെ മാഗ്നറ്റ് ഇന്റർനാഷണൽ ഹോട്ടൽ ഇയാൾ ബിനാമി പേരിലാണ് നടത്തുന്നത്. അവിടെ ആയിക്കൂടെ സാർ ഇയാളുടെ ആയുധ ശേഖരണം? ഏയ്, ആയിരിക്കണമെന്നില്ല. അത് നമ്മൾ കണ്ടെത്തിയ ശേഷമേ തീരുമാനിക്കാനാവൂ. എന്താ? ഒന്നുമില്ല. ആര്? ഉസ്താദാ? ആഹാ, ബക്കറും ഹാജിയാരും എല്ലാരും ഉണ്ടല്ലോ. എന്തേ ഒരക്കത്തെ നസീറുണ്ടാ? ഉണ്ടാവണം. വായിച്ചോണ്ടിരുന്നപ്പോ വന്ന് കയറിയ പോലെ തോന്നി. എന്താ വിശേഷിച്ച്? നസീറൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാന്? കിഴക്കേത്തറയിൽ വെച്ച് നസീറിനെ ഒരു ഭയങ്കരമായിട്ട് തല്ലി കത്തിയവേ. തല്ലിന്ന? എന്തിന്? ഓരുടെ ഹുങ്ക് അല്ല എന്താ? ഈ ബക്കറ എന്നല്ലായിരുന്നെങ്കിൽ ഓനെ മയ്യത്തിപ്പോ അവിടെ എത്തിയനെ. കത്തീബ് വിഷമിക്കണ്ട. ഈ പടിഞ്ഞാറത്തോടെ ഒരു കൊച്ചിനെ അവർ തല്ലിയ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചടിച്ചിരിക്കും. തിരിച്ചടിച്ചാ കിട്ടിയതിന്റെ കേട് പോവോ ബക്കറെ? ആദ്യം എന്താ പറ്റിയെന്ന് നോക്കട്ടെ. നസീറേ, മോനെ നസീറേ. അടച്ചോനെ, എന്താ ഇത്? അവരെന്തിനാ എന്നോട് അരങ്കൈ കാണിച്ചേ? അത് ഓലോട് എന്ന് ചോദിക്കാൻ നസീറിനെയും കൂട്ടി പോകാനാണ് ഞങ്ങൾ ഇവിടെ വന്നേ. എന്താ മോനെ ഉണ്ടായേ? നീ എന്തിനാ കിഴക്കേത്തോടെ പോയേ?